morning. Today we are going to discuss landslides, which is a natural disaster. In this section, we are discussing its causes and effects. Landslides, it includes all varieties of mass movement of hill slopes. It can be defined as the downward and outward movement of slope-forming materials composed of rocks, soils, artificial filler or combination of all these materials along the surface of separation by falling, sliding or flowing either quickly or slowly from one place to another. ഹിൽ സ്ലോപ്പുകളുടെ മൂവ്മെന്റുകളെ നമുക്ക് ലാൻഡ് സ്ലൈഡ് ആയിട്ട് പറയാൻ സാധിക്കും. താഴേക്കും പുറത്തേക്കുമായിട്ടുള്ള സ്ലോപ്പ് മൂവ്മെന്റ്, ഇവിടെയുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് സോയിൽ ആകാം, റോക്സ് ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫില്ലർ മെറ്റീരിയൽ ആകാം, അല്ലെങ്കിൽ ഈ മെറ്റീരിയൽസിന്റെ എല്ലാം കോമ്പിനേഷൻസ് ആകും. ഈ മെറ്റീരിയലുകളുടെ പുറത്തേക്കും താഴത്തോട്ടുമായിട്ടുള്ള മൂവ്മെന്റിനെ ആണ് നമ്മൾ ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്നത്. ഇത് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മെല്ലെ വീഴുകയോ സ്ലൈഡ് ചെയ്യുകയോ ഫ്ലോ ചെയ്യുകയോ ചെയ്യാം. What are the causes of landslides? These are primarily associated with the mountain terrace and it also occur in place of geologically weak materials and place of erosion. ജിയോളജിക്കലി വീക്ക് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉള്ള സ്ഥലങ്ങളിലും അതുപോലെ തന്നെ ഇറോഷൻ സംഭവിക്കുന്ന സ്ഥലങ്ങളിലുമെല്ലാമാണ് പ്രധാനമായിട്ടും ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നത്. പ്രധാനമായിട്ടും മൗണ്ടെയിൻ ടെറേസുമായിട്ടാണ് ലാൻഡ് സ്ലൈഡ് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്നത്. ഇന്റൻസ് റെയിൻഫാളും അതുപോലെ തന്നെ സ്നോയുടെ മെൽറ്റിങ്ങും ലാൻഡ് സ്ലൈഡിന് വഴിയൊരുക്കുന്നുണ്ട്. നമ്മൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സർഫസ് എക്സ്കവേഷൻ നടത്താറുണ്ട്. ഹൈവേസിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഓപ്പൺ പിറ്റ് മൈൻസിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഏരിയാസ് ഒക്കെ വളരെയധികം വീക്ക് ആയിരിക്കും. സോ ദീസ് ആർ ഓൾസോ ദി ലൊക്കേഷൻ ഓഫ് ലാൻഡ് സ്ലൈഡ്സ്. ഇവയും ലാൻഡ് സ്ലൈഡ്സിന്റെ പ്രധാന പ്ലേസുകളായിട്ട് നമുക്ക് പറയാൻ കഴിയും. നെക്സ്റ്റ്, വാട്ട് ആർ ദി അഡ്വേഴ്സ് ഇഫക്ട്സ് ഓഫ് ലാൻഡ് സ്ലൈഡ്സ്? ഇറ്റ് ഇൻക്ലൂഡ്സ് settlements built on steep slopes at the mouth of streams emerging from mountain valley are at risk. സ്റ്റീപ്പ് സ്ലോപ്പിലും അതുപോലെ മൗണ്ടെയിൻസിന്റെ മൗത്തിൽ അല്ലെങ്കിൽ താഴെ കാണപ്പെടുന്ന ഇടങ്ങളിലെ സെറ്റിൽമെന്റ്സ് എല്ലാം വളരെയധികം റിസ്കിലാണ്. ശരിയായ രീതിയിൽ ഫൗണ്ടേഷൻ ഇല്ലാത്ത ബിൽഡിംഗ്സ് എല്ലാം ലാൻഡ് സ്ലൈഡിലൂടെ കൊളാപ്സ് ചെയ്യപ്പെടുന്നു. റോഡ്സ്, communication are also vulnerable in case of a landslide. ലാൻഡ്സ്ലൈഡിന്റെ കേസിൽ റോഡുകളും നമ്മുടെ കമ്മ്യൂണിക്കേഷനും എല്ലാം വളരെയധികം ബുദ്ധിമുട്ടിലാക്കുന്നു. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലാൻഡ്സ്ലൈഡ്സ് ആർ ഒബ്സർവ്ഡ് ഇൻ അവർ സ്റ്റേറ്റ് കേരള. ദോസ് ആർ ഡെബ്രിസ് ഫ്ലോ, സ്ലംപ് ആൻഡ് റോക്ക് ഫാൾ. ഡെബ്രിസ് ഫ്ലോ അഥവാ ഉരുൾപൊട്ടൽ എന്ന് നമുക്ക് പറയാം. സ്ലംബ് അഥവാ മലയിടിച്ചിൽ എന്ന് പറയുന്നു. റോക്ക് ഫാൾ അഥവാ ശിലാപതനം എന്ന് നമുക്ക് പറയാം. ഇറ്റ് ഈസ് ആൻ ഇമേജ് ഓഫ് ഡെബ്രിസ് ഫ്ലോ അറ്റ് മർത്തോങ്കര on 2004. It's an image of slump occurred at Moolammattam on 2007. It is an image of rock slide in Idukki. Okay, thank you.